എല്ലാവരും എന്തു പറയുന്നു? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നല്ല, എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഉണ്ടാക്കുന്നത്. ഇത് അപ്പം ഒരു 4-5 മണിക്കൂർ കുതിർത്ത പച്ചരി, ഇത് ഡ്രൈ ഈസ്റ്റ്, പിന്നെ അത് തേങ്ങാ വെള്ളം, പിന്നെ ഇത് തിരുമ്മിയ തേങ്ങ, ഇത് ചോറ്, അപ്പത്തിന് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത്. കപ്പി കാച്ചണമെന്നുണ്ടെങ്കിൽ കപ്പിയും കാച്ചാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ, അപ്പത്തിന് കപ്പി കാച്ചുക എന്നുള്ളത്. ഇത് ഒരു ചായ ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ ഈ വെള്ളം തിളപ്പിക്കുന്നത്. നമുക്ക് എത്രയാണോ ചായപ്പൊടി ഇടേണ്ടത് അത്രയും ആവശ്യത്തിനുള്ള ചായപ്പൊടി ചേർക്കുക. അത് നന്നായിട്ട് തിളപ്പിക്കുക. ഞാൻ ഈ നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിക്കും. ആ ചായയുടെ ഇതിലോട്ട് ഒഴിക്കുമ്പോൾ എന്തോ ഒരു ചെറിയൊരു എന്തോ അങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഒരു ചായപ്പൊടിയുടെ ഒരു ചവർപ്പോ കയർപ്പോ അങ്ങനെ എന്തൊക്കെ പറയുമല്ലോ, അതിൻ്റെ ആ ഒരു ചുവ വരുന്ന കാരണം ഞാനിങ്ങനെ ചിലപ്പം അതിൻ്റെ ഒഴിച്ച് ഇങ്ങനെ പാലൊഴിക്കാറുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക. നമുക്ക് ചായക്ക് എത്രയാണോ, വിത്തൗട്ട് ഷുഗർ കുടിക്കുന്നവരുണ്ട്, വിത്ത് ഷുഗർ. എനിക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ, പഞ്ചസാര കുറച്ച് കൂടുതൽ വേണം ചായക്കും എന്തിനാണെങ്കിലും. പഞ്ചസാര കുറച്ച് കൂടുതലിരിക്കുന്നത് ഒരിഷ്ടമാണ്. മധുരം അങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതല്ല, മധുരവും ഇഷ്ടമാണ്. ചായ കുടി കഴിഞ്ഞു. പിന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കുന്നത്, ഞാൻ മിക്സിയിലാണ് അരയ്ക്കുന്നത്. ഗ്രൈൻഡറിലും ചിലപ്പം അരയ്ക്കാറുണ്ട്. ഇത് മിക്കവാറും ഗ്രൈൻഡറിൽ അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ തേങ്ങയും ചോറും മിക്സിയിലോട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചിട്ടാണ് ഞാൻ ഈ ഗ്രൈൻഡറിലോട്ട് ഇടുന്നത്. ഇന്ന് ഞാനിതെല്ലാം കൂടെ മിക്സിയിലോട്ടാണ് അരയ്ക്കുന്നത്. അത് തേങ്ങാ വെള്ളമാണ്. ഞാൻ മിക്ക സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ തേങ്ങയാണ് വാങ്ങിക്കുന്നത്. ഇവിടെ ചിരവയുണ്ട്. അപ്പം അത് നന്നായിട്ട് ചിരകി ഫ്രീസറിലോട്ട് വെക്കും ആ തേങ്ങ. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ഞാൻ എടുക്കും. ആ തേങ്ങ എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഞാൻ എടുക്കാറുണ്ട്. ഇത് തേങ്ങാ വെള്ളവും ഈസ്റ്റും ഒരല്പം പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ അത് കള്ളിൻ്റെ ഒരു എഫക്റ്റ് പോലെ നമുക്ക് കിട്ടും. ഈ അപ്പത്തിലിടുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണത്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ തേങ്ങാ വെള്ളം ഞാൻ എപ്പോഴാണ് തേങ്ങ വാങ്ങിക്കുന്നത് അപ്പോഴാണ് ഞാൻ തേങ്ങാ വെള്ളം ഒരു സെപ്പറേറ്റ് ഗ്ലാസ്സിനകത്ത് എടുത്ത് ഫ്രീസറിലോട്ട് വെക്കും. താഴെ വെക്കാതെ ഞാൻ ഫ്രീസറിൽ വെക്കും. നേരത്തെ എടുത്ത് വെക്കണം. നേരത്തെ എടുത്ത് വെക്കുമ്പോഴേ അതിൻ്റെ തണുപ്പ് മാറത്തുള്ളൂ. നന്നായിട്ട് തണുപ്പ് മാറി റൂം ടെമ്പറേച്ചർ വരുമ്പോഴാണ് നമുക്ക് ഈ പഞ്ചസാരയും ഈസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ അപ്പത്തിന് നന്നായിട്ട് പൊങ്ങി വരും. അത് ചേർത്ത് അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നല്ല കുറച്ചുകൂടെ ടേസ്റ്റായിരിക്കും. ഇത് അപ്പത്തിൻ്റെ കൂടെ ഞാനൊരു മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ആ മട്ടൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇതാണ് സവോള. നമുക്ക് എത്രയാണോ കറി ആവശ്യം അതിനനുസരിച്ച് നമുക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഞാനൊന്ന് മിക്സിയിലോട്ട് ഒന്ന് കറക്കിയെടുത്തു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ്. പിന്നെ ഒരു ടൊമാറ്റോ, ഞാൻ 2 ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത്. ഇത് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചത്. അതാണ് ഈ സ്മോക്കിംഗ് ഇത് വരുന്നത്. നന്നായിട്ട് ചട്ടി ചൂടായില്ല, കുക്കർ നന്നായിട്ട് ചൂടായില്ല എന്നുണ്ടെങ്കിലും നമുക്ക് അത് കാരണം ഞാൻ വേറെ എന്തോ ജോലിയിലായിരുന്നു. അത് കാരണം ഈ വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പം ഈ കുറച്ച് പുക പോലെ വരുന്നത്. അത് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി. എൻ്റെ കയ്യിൽ കുറച്ച് വൈറ്റ് പെപ്പർ പൗഡറുണ്ട്. എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം വൈറ്റ് പെപ്പറും കൂടെ
അതിലോട്ട് ആഡ് ചെയ്യും. അങ്ങനെ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല. നന്നായിട്ടിരിക്കും. വൈറ്റ് പെപ്പർ, ബ്ലാക്ക് പെപ്പറും ഉണ്ടല്ലോ. വൈറ്റ് പെപ്പറും ബ്ലാക്ക് പെപ്പറിനേക്കാളും വൈറ്റ് പെപ്പറിന് ഒരു വേറൊരു രുചി, വേറൊരു ടേസ്റ്റാണതിന്. എങ്കിലും നന്നായിട്ടിരിക്കും. ഈ മട്ടൺ കുറച്ചേ ഉള്ളത് കാരണം ഞാൻ പൊട്ടറ്റോ കൂടെ ഒരു 4, 5 പൊട്ടറ്റോ കൂടെ ഞാൻ വേറൊരു പാത്രത്തിലാക്കി വേവിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ മട്ടൻ കറിക്ക് ഞാൻ നല്ലതായിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നത്തെ മട്ടൻ കറി ഉണ്ടാക്കിയത്. ഇത് കുറച്ച് കൂടുതൽ ഈ മട്ടൻ കറി ഉണ്ടാക്കുമ്പം തേങ്ങാപ്പാൽ പിഴിഞ്ഞാണ് ഞാൻ വെക്കുന്നത്. ചിലപ്പോൾ പൊട്ടറ്റോ സ്റ്റൂവും മട്ടൺ സ്റ്റൂവൊക്കെ ഉണ്ടാക്കുമ്പം തേങ്ങ നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് ഞാൻ പിഴിഞ്ഞൊന്നും എടുക്കാറില്ല. ആ പേസ്റ്റ് തന്നെ തേങ്ങയുടെ നന്നായിട്ട് അരച്ച ആ പേസ്റ്റ് തന്നെ മുഴുവനായിട്ട് ഞാൻ ചേർക്കാറുണ്ട്. ഇതൊരു വശത്ത് തുണി ഞാൻ അലക്കാനിട്ടു. ഇവിടെ ഞാൻ കുളിച്ചിട്ടാണ് തുണിയും മുടിയൊക്കെ ഇങ്ങനെ പൊക്കി കെട്ടി വെച്ചേക്കുന്നത്. ചിലപ്പോൾ ജോലി ചെയ്യുമ്പം ഈ നന്നായിട്ട് വിയർക്കും. അത് കാരണം നനഞ്ഞ മുടിയാണ് ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ നനഞ്ഞ മുടി കെട്ടി വെക്കുന്നത് നല്ലതല്ലല്ലോ. നല്ല പൊക്കി അങ്ങ് കെട്ടി വെക്കും. ഇതിപ്പോൾ എ സി ഇട്ടിട്ടില്ല, തുറന്നാണ് ഇട്ടിരിക്കുന്നത്. അതിനോടൊപ്പം ഈ അപ്പം ഉണ്ടാക്കുവാണ്. ഞാൻ ഈ അപ്പം നോൺ സ്റ്റിക്കിലല്ല ഉണ്ടാക്കുന്നത്. ഇരുമ്പിൻ്റെ ചട്ടിയാണ്. എനിക്ക് നോൺ സ്റ്റിക്കും ഉണ്ട്. എങ്കിലും ഇരുമ്പിൻ്റെ ചട്ടിയിലോട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഇരുമ്പ് ചട്ടി, മൺചട്ടികൾ, നോൺ സ്റ്റിക്കിനെക്കാളും എനിക്ക് ഈ ഇരുമ്പ് ചട്ടി, മൺചട്ടികളിലൊക്കെ കറികളൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഒരു ഇഷ്ടമാണ്. എന്തോ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്കിലും സ്റ്റീൽ പാത്രങ്ങളിലും മറ്റ് പാത്രങ്ങളിലും ഉണ്ടാക്കുന്നതിലും ഈ മൺചട്ടിക്കകത്തും ഇരുമ്പ് ചട്ടിയിൽ എന്തൊക്കെയാണെങ്കിലും അത് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പം ഞാൻ ഇത് തേങ്ങ കൂടുതൽ, നമ്മൾ അപ്പത്തിന് തേങ്ങ കുറച്ച് കൂടുതലിട്ടത് കാരണം എൻ്റെ അപ്പമൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇളകി വരാറുണ്ട്. ഞാനത് ആദ്യത്തെ അപ്പമാണ്. അത് കാരണമാണ് കുറേ നാളായി ഞാൻ അപ്പം ഉണ്ടാക്കിയിട്ട്. അത് കാരണം അടുക്കി പിടിച്ചിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ വന്നു. ഞാൻ ഈ അപ്പം ഉണ്ടാക്കുമ്പം മിക്കവാറും ചിലപ്പം അപ്പത്തിൻ്റെ നടുക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കും. അന്നേരം മുട്ട പുഴുങ്ങാനായിട്ട് വേറെ വെക്കണ്ടല്ലോ. മുട്ടക്കറി ആണെങ്കിൽ അങ്ങനെ വെക്കാറില്ല. എന്നാലും ഒരു മുട്ട കൊടുക്കണമല്ലോ പിള്ളേർക്ക് എല്ലാ ദിവസവും. അത് കാരണം ആ അപ്പത്തിൽ തന്നെ ആ അപ്പത്തിൻ്റെ നടുക്കൊരു മുട്ട പൊട്ടിച്ച് ഞാനിങ്ങനെ ഒഴിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരുടെയും വെക്കേഷനായോ. ഇവിടെ ഗൾഫ് കൺട്രിയിലൊക്കെ പിള്ളേർക്കൊക്കെ വെക്കേഷൻ തുടങ്ങി. എല്ലാവരും നാട്ടിൽ പോകാനുള്ള തന്ത്രപ്പാടിലാണ്. അപ്പോൾ എന്നെ ഈ കേൾക്കുന്നവരും കാണുന്നവരും ഒക്കെ നിങ്ങളുടെ വെക്കേഷനൊക്കെ തുടങ്ങിയോ? അതോ വേറെ കൺട്രിയിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഇവിടെ വെക്കേഷനൊക്കെ തുടങ്ങി. എല്ലാവരും നാട്ടിൽ പോകാനുള്ള പർച്ചേസിങ്ങും നാട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആവശ്യത്തിനുള്ള ഫുഡ് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക, പ്രാർത്ഥിക്കുക, വചനം വായിക്കുക. നമുക്ക് ഒരല്പ ജീവിതമാണ് ദൈവം നമുക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്നത്. ആ ജീവിതം നന്നായിട്ട് സന്തോഷകരമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഫാമിലിയായിട്ട് നന്നായിട്ട് സന്തോഷത്തോടെ ജീവിക്കുക. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദിവസം കഴിവതും നന്നായിട്ട് ഓരോ ദിവസവും നന്നായിട്ട് കഴിവതും സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണമല്ലോ. അത് കാരണം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം, മട്ടൻ കറി, പിന്നെ പൊട്ടറ്റോയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ചിലപ്പോഴൊക്കെ ഞാൻ അപ്പം ഒരു 2-3 ദിവസത്തേക്ക് മാവ് അരച്ച് വെക്കും. ലീവ് സമയത്താണ് അപ്പമാണെങ്കിൽ നന്നായിട്ട് എല്ലാവരും കഴിക്കും. ലീവ് സമയത്താണ് മിക്കവാറും
ഇത് ഞാൻ ഈ തലേ ദിവസം ഉണ്ടാക്കി വെക്കുന്നത്. ഫ്രൈഡേ, സാറ്റർഡേ ആകുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്, പിന്നെ ഉച്ചയ്ക്ക് ചിലപ്പോഴൊക്കെ ഈവനിങ്ങിലൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പുറത്ത് പോകാറുണ്ട്. എങ്കിലും ഒരു ദിവസം ഇത് രാവിലെയും രാത്രിയിലൊക്കെ ഈ അപ്പമൊക്കെ ഞങ്ങൾ കഴിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം.